സന്ദീപ് വാര്യർ ഏതുവരെ പോകുമെന്ന് നോക്കാം. സന്ദീപ് വാര്യർ ചീള് കേസാണ്. സന്ദീപ് വാര്യർ ഒന്നുമല്ലാത്തവനാണ്. ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപ് വരും. ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. എനിക്ക് പാലക്കാട്ടെ ആ ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവർ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ബഹുമാനായിട്ടുള്ള KPCC പ്രസിഡന്റ്, ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ, പ്രിയപ്പെട്ട ശ്രീകണ്ഠേട്ടൻ, പ്രിയപ്പെട്ട തങ്കപ്പേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ തിരഞ്ഞെടുപ്പ് പ്രവർത്തനമുണ്ട്. ഒരു കാര്യം നിസ്സംശയം പറയാം, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ BJPയുടെ അടിവേര് UDF മാന്തിയിരിക്കുകയാണ്. വാര്യക്കുഴി തോണ്ടി എന്നാണ് പാലക്കാട് പോയി. അതായത് സന്ദീപ് വാര്യറുടെ അഴിഞ്ഞാട്ടം പാലക്കാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് BJP പ്രവർത്തകർ. കൃഷ്ണകുമാർ എന്ത് മത്സരം വന്നാലും പാലക്കാട് കൃഷ്ണകുമാറും കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും, ഈ ഒരു മുഖം മാത്രമേ BJPക്ക് തുറന്നു കാട്ടാൻ പാലക്കാടുള്ളൂ എന്ന തുറന്നു പറച്ചിൽ കൂടി സന്ദീപ് വാര്യർ നടത്തിയിരിക്കുന്നു എന്നുള്ള അതിൻ്റെ വീഡിയോയാണ് നമ്മൾ ആദ്യം കാണിച്ചത്. സന്ദീപ് വാര്യർ പറയുന്നത് എന്താണെന്നുള്ളത്. എന്തായാലും 5000-ൽ കടന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഒരു വമ്പ ട്വിസ്റ്റ് തന്നെ. നമ്മൾ ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചു പാലക്കാട് ഇത്തവണ കൃഷ്ണകുമാർ കൊണ്ടുപോകും, പാലക്കാട് BJPക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നുള്ളത്. പക്ഷേ നേരത്തെ ടോക്കിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഇതിലും പറയുന്നു, എവിടെയൊക്കെ സന്ദീപ് വാര്യർ പറഞ്ഞത് സത്യമായി വരുന്നുണ്ട്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ പാലക്കാടുകാർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും കൃഷ്ണകുമാറിൻ്റെ വോട്ട് ചോർച്ച രാഹുലിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. സന്ദീപ് വാര്യരുടെ ഒരു പോക്ക് അത് എവിടെയൊക്കെയോ കോൺഗ്രസിനെ തുണച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാര്യം ഈ സന്ദീപ് വാര്യരുടെ പോക്ക് BJPക്ക് ഒരു തരത്തിലും വലിയ വെല്ലുവിളിയായി എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങളിൽ പലതും ശരിയുണ്ടായിരുന്നു എന്നുള്ളതാണ്. സന്ദീപ് വാര്യർ ഈ BJPയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു നിമിഷം കൊണ്ട് കോൺഗ്രസിലേക്ക് പോയ സന്ദീപ് വാര്യർ BJPക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒരു വലിയ പരാജയം, ഈ തരത്തിലുള്ളൊരു പരാജയം ഏറ്റുവാങ്ങുകയും സന്ദീപ് വാര്യർ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുകയും സന്ദീപിന് വേറൊരു ഇമേജ് വരികയും ചെയ്യുമായിരുന്നു. തീർച്ചയായിട്ടും ജനങ്ങൾ സന്ദീപിൻ്റെ കൂടെയാണെന്ന് മനസ്സിലാക്കുമായിരുന്നു. പക്ഷേ സന്ദീപ് അതല്ല ചെയ്തത്, കോൺഗ്രസിലേക്ക് പോവുകയാണ് ചെയ്തത്. കോൺഗ്രസിൽ പോയിട്ട് BJPയെ മോദിയെ ഒക്കെ തള്ളിപ്പറയുന്ന ഒരു കാര്യം ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആളുകൾക്ക് ഓന്തിനെ പോലെ മാറാൻ കഴിയുന്നത് എന്നുള്ള ചിന്ത ജനങ്ങളിൽ ഉണ്ടാവുകയും അത് BJP പ്രവർത്തകരുടെ കുറേയധികം വോട്ടുകൾ കൃഷ്ണകുമാറിന് കിട്ടാൻ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ പറയുന്ന സന്ദീപ് വാര്യർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നിരന്തരമായി പാലക്കാട് നഗരസഭയിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം, കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും ഉൾപ്പെടുന്ന ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെപ്പറ്റി BJPക്കകത്ത് വലിയ പരാതികളുണ്ട്. BJP പ്രവർത്തകർക്ക് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ സന്ദീപ് വാര്യർ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റ് ഞാനൊന്ന് ശ്രദ്ധിച്ചു. കൃത്യമായി മോഹൻലാലിൻ്റെ ഡയലോഗ് പോലെ വിക്ടോറിയ കോളേജിൻ്റെ മുന്നിൽ നിന്ന് അവനെ ഞാൻ ഓടിച്ചിട്ടടിച്ചിട്ടുണ്ട്, കോട്ട മൈതാനം മുതൽ വിക്ടോറിയ കോളേജിൻ്റെ ഗ്രൗണ്ട് വരെ ഓടിച്ചിട്ടടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതുപോലെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന സന്ദീപ് വാര്യർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞത്. സന്ദീപ് വാര്യർ കൃത്യമായി പറയുന്നത് എന്താ? സന്ദീപ് വാര്യർ പറയുന്നത് കൃഷ്ണകുമാറിനെതിരെ സന്ദീപ് വാര്യർ പറഞ്ഞത് എന്താണ്? സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ കൃഷ്ണകുമാർ, ലോക്സഭയിൽ കൃഷ്ണകുമാർ, അതുപോലെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കോർപ്പറേഷൻ നഗരസഭാ ഇലക്ഷനിൽ കൃഷ്ണകുമാർ, എല്ലാം കൃഷ്ണകുമാർ ഭാര്യയും തീരുമാനിക്കും, അത് അവിടെ നടപ്പാക്കും. ഈ രീതിയിൽ പോയിക്കൊണ്ടിരുന്നാൽ ഏത് BJPക്കാർക്കാണ് പ്രയാസമുണ്ടാവാത്തത്? ഈ തുടർച്ചയായി വിജയിക്കാത്ത ഒരാളെ, മലമ്പുഴയിൽ മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്നു എന്ന കാരണത്തിന്റെ പുറത്ത് വീണ്ടും മത്സരിച്ച് പരാജയപ്പെട്ട ഒരാളെ, മലമ്പുഴയിൽ BJPക്ക് സ്ട്രോങ് വോട്ടുണ്ടെന്നേ, അതുകൊണ്ടാണ് കൃഷ്ണകുമാറിന് 2ാം സ്ഥാനത്ത് വരാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാലക്കാട് BJPക്ക് സ്ട്രോങ് വോട്ടുണ്ട്, അതുകൊണ്ട് കൃഷ്ണകുമാർ അവിടെ ഒരു നല്ല ഭൂരിപക്ഷത്തിലോട്ട് വരുന്നു. പക്ഷേ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാറാണോ 2ാം സ്ഥാനത്ത്? അല്ല, ആരാണ്? ഇടതുപക്ഷമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? പാലക്കാട് മറ്റ് സ്ഥലങ്ങളിൽ ഇടതുപക്ഷത്തിന് നല്ല വേരോട്ടമുള്ളത് കൊണ്ടാണ്. അപ്പോൾ 3ാം സ്ഥാനത്തേക്ക് പോയ ഒരാളെ
നിങ്ങൾ വീണ്ടും വീണ്ടും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? മൂത്താൻ സമുദായത്തിന് ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ RSS ഇടപെട്ട് പരിഹരിച്ചിട്ട് പോലും അവിടെയുള്ള കോർ BJP വോട്ടുകൾ പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ കോർ BJP വോട്ടുകൾ തിരിച്ച് രാഹുലിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPക്കാർ ഒരിക്കലും തിരിച്ച് വോട്ട് കിട്ടുന്നവരല്ല. BJPയുടെ ഹാർഡ് കോർ അണികൾ ഒരിക്കലും തിരിച്ചു വോട്ട് ചെയ്യാൻ മടിക്കുന്നവരാണ്. അവിടെ അവരുടെ ഒരു ശക്തി കേന്ദ്രങ്ങളിൽ ആണ് ഈ പറയുന്ന കൃഷ്ണകുമാറിനെതിരെ അവർ വോട്ട് ചെയ്തിരിക്കുന്നത്. പാലക്കാട് UDF മധുര വിതരണം തുടങ്ങി. പാലക്കാട് കോൺഗ്രസിന്റെ ഒരു പടയോട്ടം തന്നെയാണ്. അതായത് ഇപ്പോ 10,208 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. കോൺഗ്രസ് പാലക്കാട് ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു, മധുരം വിതരണം തുടങ്ങിക്കഴിഞ്ഞു. ഒരു തരത്തിലും ഇനി പിന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. പാർത്തൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള വിരോധം തന്നെയാണ് പാലക്കാട് ജനങ്ങൾ BJPയോട് കാണിച്ചത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ C. കൃഷ്ണകുമാർ അത്ര ജനസമ്മതനായ ഒരു നേതാവല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ട് ഈ നേതൃത്വത്തിന് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ ശ്രീധരൻ നേടിയ വോട്ട് പോലും C. കൃഷ്ണകുമാറിന് നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെയും എന്തിനാണ് കൃഷ്ണകുമാറിനെ അവിടെ പിടിച്ചു നിർത്തുന്നത് എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും BJPയിലും RSSലുമൊക്കെയുള്ള ഹോൾഡ് വെച്ചിട്ടാണോ ഇത്തരം നാറിയ കളികൾ അണികളെ കൂടെ പറയിപ്പിക്കാനായി സുരേന്ദ്രനും മറ്റു ആളുകളും ചേർന്ന് അവിടെ നടത്തുന്നത് എന്നൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാനുണ്ട്. തീർച്ചയായും ഏറ്റവും പ്രധാനമായ ചോദ്യമാണ് ധന്യ ഇപ്പോൾ ചോദിച്ചത്. അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പാലക്കാട്ട് BJPയുടെ അണികൾ കൊടുത്തത് C. കൃഷ്ണകുമാറിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവർ തൃപ്തരല്ല. അവർ പിന്നെ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിയാണ് പ്രതീക്ഷിച്ചത് എന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. തുറന്നു പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെയോ KS സുരേന്ദ്രനോ സന്ദീപ് വാര്യരോ അവിടെ മത്സരിക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇവർ 3 പേരും മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കാനെങ്കിൽ ഇത്രയ്ക്ക് നാണം കെട്ട പരാജയത്തിലേക്ക് BJP പോവില്ലായിരുന്നു എന്നുള്ളതും, ഒപ്പം BJP രാഷ്ട്രീയത്തിലെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആ ഗ്രൂപ്പ് പോര് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് പ്രതിഫലിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ശോഭാ സുരേന്ദ്രൻ വരുമെന്ന് പറയുന്നു, നേരെ തിരിച്ച് C. കൃഷ്ണകുമാറും ശോഭാ സുരേന്ദ്രൻ പക്ഷവും തമ്മിലടിയാണെന്ന് പറയുന്നു. അവസാന നിമിഷത്തിലേക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന് പറയുന്നു. ഇവിടെ ഓരോ സ്ഥലത്തും നിന്നിട്ട് സുരേന്ദ്രന്റെ പക്ഷക്കാർ, അതായത് സുരേന്ദ്രൻ പക്ഷ നേതാക്കന്മാർ പാലക്കാട് നഗരസഭയിൽ ഇറങ്ങിയിട്ട് മറ്റുള്ള BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ അവിടേക്ക് അടുപ്പിക്കാത്ത സ്ഥിതി ഉണ്ടായി. ധന്യ, ഒരു കാര്യം, അതായത് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ പോലും പാലക്കാട്ടേക്ക് വിളിക്കാത്ത രീതിയിലേക്ക് സുരേന്ദ്രൻ പക്ഷ ടീമിനെ മാത്രം അവിടെ നിർത്തി അവിടെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത് സുരേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പമുള്ള ആ ടീമിനെയാണ് AN രാധാകൃഷ്ണൻ ഉൾപ്പെടെ, ഏത് സുരേന്ദ്രനല്ല, ഇപ്പോൾ AN രാധാകൃഷ്ണൻ വന്നാലും വേറൊരാൾ സംസ്ഥാന BJP അധ്യക്ഷനായി വന്നാലും ഈ ഒരു ഗ്രൂപ്പ് പോലും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മറ്റം ഗ്രൂപ്പാണ് ഇവർ. ഈ ഗ്രൂപ്പിന് മാത്രം നിന്നാൽ മതി. BJPയുടെ അണികൾക്കോ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കോ BJPയെ വിശ്വസിക്കുന്ന നിഷ്പക്ഷർക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള വിലയും കൊടുക്കാത്ത ഒരു നേതൃത്വം കേരളത്തിൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ നിൽക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഞാൻ നിശബ്ദയായി പോകുന്നു എന്നുള്ളതാണ് പാർത്ത. കാരണം ഈസിയായി ജയിക്കാവുന്ന ഒരു നിയോജക മണ്ഡലം BJPയെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ശ്രീധരനെയൊക്കെ നെഞ്ചിലേറ്റ് ജനങ്ങൾ വോട്ട് ചെയ്ത് 4,000 വോട്ടിന്റെ ലീഡൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത 6,000 വോട്ടിന്റെ ലീഡൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത് നിയോജക മണ്ഡലത്തിലാണ്. 836, 811 വോട്ടിനൊക്കെ C. കൃഷ്ണകുമാർ മുന്നിൽ എത്തിയത് എന്നുള്ളതാണ്. നാണം കെട്ട് നാറിയ തോൽവി എന്ന് തന്നെ BJPയെ ഇവിടെ പറയേണ്ടി വരുമെന്ന്. ഇതിൽ നിന്ന് BJP മനസ്സിലാക്കേണ്ട പാഠം എന്താണ്? നേതൃത്വത്തിന് വീഴ്ച പറ്റിയിരിക്കുന്നു, നേതൃത്വത്തിലുള്ളവർക്ക് കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. RSSൽ പിടിയുള്ളതോ BJPയിൽ പിടിയുള്ളതോ അല്ല BJPയുടെ വിജയം, അതിലെ അണികളുടെ പ്രവർത്തനങ്ങളാണ് അതിൻ്റെ വിജയമെന്ന് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇന്ത്യക്ക് പുറത്ത് മഹാരാഷ്ട്രയിലൊക്കെ ഇത്ര വലിയ വിജയം BJP നേടുന്നത് എന്തുകൊണ്ടാണ്? ജാർഖണ്ഡിൽ ഇത്രയും വോട്ട് പിടിക്കാൻ BJPക്ക് കഴിയുന്നത് എന്തുകൊണ്ട്? ഇത്രയും സീറ്റ് പിടിക്കാൻ BJPക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇത് എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സുരേന്ദ്രൻ മനസ്സിലാക്കുന്നില്ല?
അവിടെ ശോഭയോ സന്ദീപ് വാര്യറോ കെ സുരേന്ദ്രനോ ആയിരുന്നു എങ്കിൽ ബി ജെ പിക്ക് ഇത്ര നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമായിരുന്നു. ഇപ്പോൾ പാലക്കാട് രഥമേറിയിരിക്കുകയാണ് പിന്നെ എന്താ പറയുക രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുക. അത് അവരുടെ പ്രവർത്തനം തന്നെയാണ്. അവർ ഇനി എന്തൊക്കെ തിരിഞ്ഞു കൊത്തിയാലും എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ചാലും അവർ ജനവിധി തേടുന്ന ദിവസം അവരെല്ലാം ഒന്നാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സി കൃഷ്ണകുമാറിന് ഒരു തരത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പിയുടെ നഗരപ്രദേശങ്ങളിൽ വരെ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിലായിരുന്ന ബി ജെ പി കേന്ദ്രങ്ങളിൽ ഈ അടിപതർച്ച ബി ജെ പിക്ക് ഉണ്ടായത്. സത്യത്തിൽ ഇവിടെ ആരെയാണ് നമ്മൾ പറയേണ്ടത്? സന്ദീപ് വാര്യർ ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് പോകണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെ നമ്മൾ തെറി വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം പോയതിനല്ല നമ്മൾ അദ്ദേഹത്തെ മോശകരമായ വാക്കുകളിലൂടെ കോൺഗ്രസിലേക്ക് പോയതിനല്ല നമ്മൾ പറഞ്ഞ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞതിനാണ് നമ്മൾ പറഞ്ഞത്. സന്ദീപ് വാര്യർ ചെയ്യേണ്ട ഒരു കാര്യം, സന്ദീപ് വാര്യർ പോയപ്പോൾ എന്താണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുണ്ട്. സി കൃഷ്ണകുമാറിനെ ജനങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ചുമതലയിൽ നിന്ന് മാറി നിന്ന ആളെ പിന്നീട് നേതൃത്വം ഇടപെട്ട് പ്രചരണ ചുമതലയിലേക്ക് കൊണ്ടുവന്നത്. ഒരുപക്ഷെ ഈ നാറിയ തോൽവി ഏറ്റുവാങ്ങാൻ സന്ദീപ് വാര്യർ നിൽക്കാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത്. സന്ദീപ് ചെയ്തത് നല്ലതെന്നല്ല ഞാൻ പറയുന്നത്. പ്രസ്ഥാനത്തിനെതിരെ സന്ദീപ് പറഞ്ഞ ഓരോ വാക്കും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. പ്രതിശൂന്യമായ വാക്കുകൾ തന്നെയാണ് സന്ദീപ് വാര്യർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു തിരുത്തും ഇപ്പോഴും എൻ്റെ ഭാഗത്തു നിന്നില്ല. പക്ഷേ സന്ദീപ് വാര്യർ പാലക്കാടെക്കുറിച്ചും ബി ജെ പിക്കാരെ കുറിച്ചും പറഞ്ഞത് സത്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തെക്കുറിച്ച് പറഞ്ഞത് സത്യമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സന്ദീപ് വാര്യർ ആയിരുന്നു, ശോഭാ സുരേന്ദ്രനായിരുന്നു പാലക്കാടെങ്കിൽ ഈ നാറിയ തോൽവി ബി ജെ പിക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു. ഇനിയെങ്കിലും കൃഷ്ണകുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ട് പാലക്കാടിന്റെ വിജയത്തിന് മുന്നോട്ട് പോയില്ലെങ്കിൽ പാലക്കാട് ബി ജെ പിക്ക് നഷ്ടപ്പെടും, ഉറപ്പാണ്. അല്ല ധന്യ, നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. പക്ഷേ പാലക്കാട് ഒരു കൃഷ്ണകുമാറിനെ മാത്രം മാറ്റി നിർത്തിയത് കൊണ്ട് കാര്യമില്ല. കാരണം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒട്ടാകെ ഉടച്ചു വാർക്കപ്പെടണം. ആത്മാർത്ഥമായിട്ടുള്ള ആളുകൾ അതിലേക്ക് കടന്നു വരണം. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിക്കണം. ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ പുറകിൽ തിന്ന് കൊടുത്ത് തടിച്ചു നിൽക്കുന്ന നേതാക്കന്മാർ ഒരു ഭാഗത്ത് കേന്ദ്ര ഭരണത്തിന്റെ തണലിൽ ഇവർ നടത്തുന്ന കാര്യങ്ങൾ, ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ അത് വലിയ കാര്യമാണെന്നും മറ്റുള്ളവൻ തെറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങനെയല്ല എന്നും കരുതുന്ന ആളുകൾ. നേരത്തെ സി കൃഷ്ണകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചാനൽ ചർച്ചകളിലൂടെ കയറി വന്ന ആളായത് കൊണ്ടാണ് സന്ദീപ് വാര്യർക്ക് ഇത്തരം ചില കാര്യങ്ങൾ അറിയാതെ പോയത് എന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലും സന്ദീപ് വാര്യരുമൊക്കെ ചാനൽ ചർച്ചയിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് ആശയപ്രചാരണം നടത്തി ഇയാൾക്ക് നിലപാടുണ്ട് എന്ന് കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. സി കൃഷ്ണകുമാർ അടിത്തട്ട് പ്രവർത്തനം നടത്തി എന്ന് പറയുമ്പോഴും ചാനൽ ചർച്ചകളിൽ പോവാതെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴും എന്തുണ്ടാക്കി എന്നുള്ളത് കൂടി സി കൃഷ്ണകുമാർ പറയണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമേക്കാം. ബി ജെ പിയുടെ കൊള്ളരുതായ്മകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ രോക്ഷം കയറുമെന്നുള്ളതാണ്. കാരണം ഈസിയായി ജയിക്കാനുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ നാറിയ തോൽവി ഏറ്റുവാങ്ങിയ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവണമെന്നേ ഞാൻ പറയും. ബി ജെ പി ഇല്ലാതാവണമെന്ന് തന്നെയുടെ രോക്ഷം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ബി ജെ പി അല്ല, ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആവശ്യമാണ്. പക്ഷേ തന്നെയുടെ രോക്ഷം എനിക്ക് മനസ്സിലാവും. കാര്യം അതിലപ്പുറത്തേക്ക് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒന്നാകെ ഉടച്ചു വാർക്കപ്പെടാതെ ഇവിടെ ജയിക്കാൻ പോകുന്നില്ല. ഞാൻ അന്നും പറഞ്ഞു, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവവും അദ്ദേഹം ഈ നേതാക്കന്മാരുടെ ഒരു പേടിപ്പിക്കലും നിൽക്കില്ല എന്ന് ജനങ്ങൾക്ക് ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിന് ഇവർ വോട്ട് ചെയ്തത്. ഇവർ അതുപോലെ അല്ല എന്നുള്ളത് മനസ്സിലാക്കണമായിരുന്നു. ഇവർ ഈ ബി ജെ പിയിലെ യുവാക്കൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയും ഒരു പ്രാധാന്യവും ജനങ്ങൾ ഇവർക്ക് കൊടുക്കുന്നില്ല. മാത്രവുമല്ല, ശോഭാ സുരേന്ദ്രനടക്കം കിട്ടുന്ന പരിഗണനയൊന്നും ഇത്തരം നേതാക്കന്മാർക്ക് ഇവർ കൊടുക്കുന്നില്ല എന്നുള്ളത് കൂടി ജനങ്ങളെ മനസ്സിലാക്കുന്ന സ്ഥാനാർത്ഥികളാക്കാൻ മുന്നിട്ടിറങ്ങണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ തയ്യാറാവണമെന്ന് മാത്രമാണ് നമുക്ക് അവസാനിപ്പിക്കുന്ന സമയത്ത് പറയാനുള്ളത്. തീർച്ചയായിട്ടും.